കറി. ഓക്കെ ബൈ. അപ്പോഴേ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതേ നമ്മൾ ചൂടായ പാനിലേക്ക് കറിവേപ്പില, പെരിഞ്ചീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ചൂടാക്കിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് 10 മിനിറ്റ് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില തന്നെ ഇടുക. കറിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, കുറച്ചധികം തന്നെ ഇട്ടോട്ടോ. എന്നിട്ടൊരു 3-4 സവോള, അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് നല്ലോണം വഴറ്റുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് 3-4 തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും വഴറ്റിയിട്ട് ആ ടൈമിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എൻ്റെ പൊന്നെ ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറുന്ന വരെ നമ്മൾ ചൂടാക്കുക. ഇതിലേക്ക് ചേർത്തിട്ട് ചിക്കൻ ഇട്ട് നല്ലോണം കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ചിക്കൻ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാണ്. നമ്മളിന്ന് പുട്ടും ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കണ